ആഗോള വിമാന ഇന്ധന പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടില്ലെന്ന് അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടന. ഇന്ധന വിതരണം സാധാരണ നിലയിലാകാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. വിമാന ഇന്ധന പ്രതിസന്ധി മാറിയില്ലെങ്കിൽ ഇത് യാത്രക്കാരെ കടുത്ത രീതിയിൽ ബാധിക്കുമെന്നുറപ്പ്. പറക്കാൻ ചിലവേറും. വിമാനയാത്രക്കാർക്ക് പ്രതിസന്ധി തീരുന്നില്ല. അതെ, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു ശമനവുമില്ലാതെ തുടരുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണമാകട്ടെ അതിനുമേലെ ആശങ്ക പടർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകത്ത് വലിയ പ്രതിസന്ധി അലയടിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയാകുകയും ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി തുറക്കുകയും ചെയ്തെങ്കിലും ഒന്നിനും പരിഹാരം കണ്ടെത്തിയിട്ടില്ല. അതെ, ആഗോള വിമാന ഇന്ധന പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇത് ഉടനൊന്നും പരിഹരിക്കപ്പെടില്ലെന്നാണ് അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടന മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഇന്ധന വിതരണം സാധാരണ നിലയിലാകാൻ ആഴ്ചകളല്ല മാസങ്ങൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഈ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിലെ ഇന്ധന ശുദ്ധീകരണ ശാലകൾക്കുണ്ടായ വ്യാപകമായ നാശനഷ്ടങ്ങൾ തന്നെയാണ്. ക്രൂഡ് ഓയിൽ നീക്കം പുനരാരംഭിച്ചാലും അത് വിമാന ഇന്ധനമാക്കി മാറ്റുന്നതിനുള്ള തടസ്സങ്ങൾ നിലനിൽക്കും. ഇത് കുറച്ചുനാൾ തുടരുമെന്ന് തന്നെയാണ് സൂചനകൾ. മാത്രമല്ല, നിലവിലെ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയിലെയും നൈജീരിയയിലെയും ശുദ്ധീകരണ ശാലകൾക്ക് ഇപ്പോഴുള്ള കുറവ് നികത്താൻ സഹായിക്കാൻ സാധിക്കുമെങ്കിലും അതിന് സമയമെടുക്കുമെന്ന് തന്നെയാണ് മറ്റൊരു ഘടകം. എന്തായാലും സംഘർഷത്തെ തുടർന്ന് വിമാന ഇന്ധനവില ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവിന്റെ ഏകദേശം 27% ഇന്ധനത്തിനു വേണ്ടിയാണ് ചെലവാക്കുന്നത്. അതിനാൽ തന്നെ ഈ അധിക ചെലവ് നികത്താൻ ടിക്കറ്റ് നിരക്ക് വർധനവ് മാത്രമാണ് വിമാന കമ്പനികളുടെ മുന്നിലുള്ള പോംവഴി. എന്നാൽ ഈ പ്രതിസന്ധി കോവിഡ് കാലത്തിന്റെ അത്രയും രൂക്ഷമല്ല. എന്നിരുന്നാൽ പോലും സമാനമായ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ വ്യോമയാന മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കുറച്ചു മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ വിമാന ഇന്ധന പ്രതിസന്ധി മാറിയില്ലെങ്കിൽ ഇത് യാത്രക്കാരെ കടുത്ത രീതിയിൽ ബാധിക്കും. യാത്രാ പ്രതിസന്ധി വർദ്ധിക്കുമെന്ന് തന്നെയാണ് സാരം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.